കഴിഞ്ഞ വീഡിയോയിൽ ഫ്ലാഷിംഗ് ടൂളുകൾ എങ്ങനെ തിരിച്ചറിയാമെന്നും ഒരു ഫ്ലാഷിംഗ് പ്രക്രിയ എങ്ങനെ നടത്താമെന്നും നമ്മൾ പഠിച്ചു. അതിന്റെ തുടർച്ചയായി ഈ വീഡിയോയിൽ സെൽഫോണുകളുടെയും സ്മാർട്ട് ഫോണുകളുടെയും വിവിധ ബ്രാൻഡുകൾ എങ്ങനെ ടോപ്പ് ഫ്ലാഷ് ചെയ്യാമെന്ന് പഠിക്കാൻ പോകുന്നു. SP ഫ്ലാഷ് ടൂൾ ഉപയോഗിച്ച് ആൻഡ്രോയിഡ് മൊബൈൽ എങ്ങനെ ഫ്ലാഷ് ചെയ്യാമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. മീഡിയ ടെക് MTK ഡിവൈസുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു യൂട്ടിലിറ്റിയാണ് SP ഫ്ലാഷ് ടൂൾ. ഹോംവെയർ, കസ്റ്റം റൂമുകൾ, സ്റ്റോക്ക് റൂമുകൾ, മറ്റ് സിസ്റ്റം ഫയലുകൾ എന്നിവ MTK അടിസ്ഥാനമാക്കിയുള്ള ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിലും ടാബ്ലറ്റുകളിലും ഫ്ലാഷ് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. സ്റ്റെപ്പ് 1. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഫ്ലാഷ് ചെയ്യുന്നതിന് മുൻപ് കോൺടാക്റ്റുകൾ, ഫോട്ടോകൾ, വീഡിയോകൾ, ഡോക്യുമെന്റുകൾ എന്നിവ പോലുള്ള പ്രധാനപ്പെട്ട എല്ലാ ഡേറ്റയും ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഫ്ലാഷിംഗിൽ നിങ്ങളുടെ ഡിവൈസിലെ എല്ലാം ഡിലീറ്റ് ആകും. സ്റ്റെപ്പ് 2. നിങ്ങളുടെ സ്പെസിഫിക് സ്മാർട്ട് ഫോൺ മോഡലിന് ശരിയായ ഫേംവെയർ ഉണ്ടെന്ന് ഉറപ്പാക്കുക. തെറ്റായ ഫേംവെയർ ഉപയോഗിക്കുന്നത് ഡിവൈസിനെ തകരാറുകളിലേക്കോ ബ്രിക്ക് ചെയ്യുന്നതിനോ ഇടയാക്കും. റിലയബിളായ സോഴ്സുകളിൽ നിന്ന് SP ഫ്ലാഷ് ടൂളിന്റെ ഏറ്റവും പുതിയ പതിപ്പ് ഡൌൺലോഡ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഒരു ഫോൾഡറിലേക്ക് ഫയലുകൾ എക്സ്ട്രാക്ട് ചെയ്യുക. സ്റ്റെപ്പ് 3. എക്സ്ട്രാക്ട് ചെയ്ത ഫോൾഡറിനുള്ളിലെ flash_tool.exe ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് SP ഫ്ലാഷ് ടൂൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. സ്റ്റെപ്പ് 4. SP ഫ്ലാഷ് ടൂളിൽ സ്കാറ്റർ ലോഡിംഗ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫേംവെയർ ഫോൾഡറിൽ നിന്ന് സ്കാറ്റർ ഫയൽ star.txt തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 5. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ പൂർണ്ണമായും ഓഫാക്കി ബാറ്ററി നീക്കം ചെയ്യുക. നീക്കം ചെയ്യാവുന്നതാണെങ്കിൽ ബാറ്ററി വീണ്ടും ചേർക്കുക, ബാധകമാണെങ്കിൽ. പക്ഷേ ഡിവൈസ് പവർ ഓൺ ചെയ്യരുത്. സ്റ്റെപ്പ് 6. ഒരു USB കേബിൾ ഉപയോഗിച്ച് ബൂട്ട് ലോഡർ അല്ലെങ്കിൽ ഡൌൺലോഡ് മോഡ് പ്രവർത്തനക്ഷമമാക്കുന്നതിന് വോള്യൂം ഡൌൺ അല്ലെങ്കിൽ വോള്യൂം അപ്പ് ബട്ടൺ ഡിവൈസിനെ ആശ്രയിച്ച് അമർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുക. സ്റ്റെപ്പ് 7. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഡൌൺലോഡ് മോഡിൽ കണക്ട് ചെയ്തു കഴിഞ്ഞാൽ ഫ്ലാഷിംഗ് പ്രക്രിയ ആരംഭിക്കുന്നതിന് SP ഫ്ലാഷ് ടൂളിലെ ഡൌൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡിവൈസ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലേക്ക് ഫേംവെയർ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങും. സ്റ്റെപ്പ് 8. ഫ്ലാഷിംഗ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കുക. പ്രക്രിയ വിജയിച്ചു കഴിഞ്ഞാൽ SP ഫ്ലാഷ് ടൂളിൽ ഡൌൺലോഡ് OK എന്ന മെസ്സേജും ഒരു പച്ച വൃത്തവും നിങ്ങൾ കാണും. സ്റ്റെപ്പ് 9. ഫ്ലാഷിംഗ് പ്രക്രിയ പൂർത്തിയായതിനു ശേഷം നിങ്ങളുടെ ഡിവൈസ് സെൽഫ് റീബൂട്ട് ചെയ്തേക്കാം. ഇത് പ്രക്രിയയുടെ ഒരു സാധാരണ ഭാഗമാണ്. പുതിയ ഫേംവെയർ ലോഡ് ചെയ്യുന്നതായി ഇത് സൂചിപ്പിക്കുന്നു. സ്റ്റെപ്പ് 10. നിങ്ങളുടെ ഡിവൈസ് റീബൂട്ട് ചെയ്തു കഴിഞ്ഞാൽ ബൂട്ട് ആനിമേഷൻ നിരീക്ഷിക്കുക. ബൂട്ട് ആനിമേഷൻ എററുകളോ അസ്വാഭാവികതകളോ ഇല്ലാതെ ദൃശ്യമാകുകയാണെങ്കിൽ ഫേംവെയർ വിജയകരമായി ഫ്ലാഷ് ചെയ്തു എന്നതിന്റെ നല്ല സൂചനയാണിത്. സ്റ്റെപ്പ് 11. നിങ്ങളുടെ ഡിവൈസിന്റെ സെറ്റിംഗിലേക്ക് പോയി ഫേംവെയർ വേർഷൻ പരിശോധിക്കുക. SP ഫ്ലാഷ് ടൂൾ ഉപയോഗിച്ച് നിങ്ങൾ ഫ്ലാഷ് ചെയ്ത വേർഷനുമായി ഇത് മാച്ച് ചെയ്യണം. കൂടാതെ മറ്റ് സെറ്റിംഗുകളും കോൺഫിഗറേഷനുകളും നിങ്ങളുടെ പ്രിഫറൻസുമായി മാച്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സ്റ്റെപ്പ് 12. കോൺടാക്റ്റുകൾ, ഫോട്ടോകൾ, വീഡിയോകൾ, ഡോക്യുമെന്റുകൾ എന്നിവയുൾപ്പെടെ നിങ്ങളുടെ ഡേറ്റ പരിശോധിക്കുക. ഫ്ലാഷിംഗ് പ്രക്രിയയിൽ അവ നഷ്ടപ്പെടുകയോ കേടാകുകയോ ചെയ്തിട്ടില്ലെന്ന് ഉറപ്പാക്കുക. മുൻകരുതലുകൾ. നിങ്ങളുടെ മീഡിയ ടെക് ഡിവൈസിൽ കമ്പ്യൂട്ടറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യരുത് അല്ലെങ്കിൽ ബ്രിക്ക് ചെയ്യുന്നത് തടയാൻ ഫ്ലാഷിംഗ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ SP ഫ്ലാഷ് ടൂൾ ക്ലോസ് ചെയ്യരുത്. SP ഫ്ലാഷ് ടൂൾ നൽകുന്ന മുന്നറിയിപ്പുകളോ നിർദ്ദേശങ്ങളോ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുകയും നിങ്ങളുടെ ഡിവൈസിനായി ശരിയായ ഫേംവെയറും സെറ്റിംഗുകളും ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. SP ഫ്ലാഷ് ടൂൾ ഉപയോഗിച്ച് ആൻഡ്രോയിഡ് മൊബൈൽ എങ്ങനെ ഫ്ലാഷ് ചെയ്യാം എന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു.